അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, അവിടെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത് എന്നത് ഈ ആചാരലംഘനവുമൊക്കെയായി ബന്ധപ്പെട്ട ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിയ സമയത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി സർക്കാർ നടത്തുന്ന പരിപാടി എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ അതേ പരിപാടിയിൽ ഭക്തർമാർ മാത്രം മതി എന്ന നില പിന്നീട് സർക്കാർ എടുക്കുകയും ചെയ്യുന്നു. യോഗി ആദിത്യനാഥിന്റെ ഈ സന്ദേശം വായിച്ച കാര്യം പറഞ്ഞപ്പോൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചതും അതുതന്നെയാണ്. വർഗീയവാദികളെ വിളിക്കുന്നില്ല എന്ന് പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞു. അത് പറയാൻ പാർട്ടി സെക്രട്ടറി ആരാണ്? പാർട്ടി നടത്തുന്ന പരിപാടിയാണോ എന്ന് അന്ന് BJP തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിശ്വാസവുമാണ് അടിസ്ഥാന സൗകര്യ വികസനവുമാണ്, ഇതിലേതാണ് എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യം സർക്കാരിന് മുന്നിലുണ്ട് എന്നേ ഉള്ളൂ. ഞാൻ തുടക്കത്തിൽ തന്നെ ഈ കാര്യം പറഞ്ഞു. ഇത് ഭൈമി കാമുകരുടെ ചേഷ്ടകളാണ്. ദമയന്തിയെ സ്വന്തമാക്കാൻ ദേവന്മാർ കാണിച്ച ആ ഒരു സമീപനം ഉണ്ടല്ലോ, ഭൈമി കാമുകന്മാരുടെ സമീപനം, എല്ലാവരും നളന്മാരാവുക, ഒരേപോലെ നളന്മാരാവുക. അങ്ങനെ അവസാനം ഒരേപോലെ നളനായിട്ട് ദമയന്തിയെ പറ്റിക്കാം, അങ്ങനെ ഞങ്ങൾക്ക് ദമയന്തിയെ സ്വന്തമാക്കാം എന്ന് ശ്രമിക്കുന്ന സമീപനം എല്ലാവരും ഇവിടെ ഇപ്പം അങ്ങ് അയ്യപ്പൻ്റെ വിശ്വാസിയായി മാറുകയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ വെറുതെ അങ്ങ് പറഞ്ഞതാണ് എന്ന് ചിന്തിക്കുന്നുണ്ടോ? വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ ഞാൻ ഭക്തനാണെന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക. ഞാനിത് വെളിയിൽ വരാത്ത ഒരു കാര്യം എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിട്ടിയതും കൂടി ഞാൻ ഈ മാതൃഭൂമി ചാനലിൽ പറയാം. കാരണം ഗണപതിയെ മിത്തായി പ്രഖ്യാപിച്ചവരാണല്ലോ CPM. ഈ അയ്യപ്പ ആഗോള സംഗമത്തിന് മുമ്പ് കണ്ഠരര് മോഹനരെ കൊണ്ട് ഗണപതി ഹോമം, ഇരുട്ടത്ത് ഗണപതി ഹോമം ആരും അറിയിക്കാതെ ഗണപതി ഹോമം നടത്തിയെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഒരു ഭാഗത്ത് വിശ്വാസികളുടെ വോട്ട് നേടാൻ വേണ്ടിയുള്ള അടവ് നയം, അതാണ് ഈ ഭൈമി കാമുകൻ്റെ വേഷം. ഇത് അടവ് നയമാണ്. മറുഭാഗത്ത് MA ബേബിയുടെ ലേഖനമുണ്ട്. MA ബേബിയുടെ ലേഖനത്തിൽ എന്താ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ബേബിയുടെ 16-ാം തീയതിയിലെ ലേഖനത്തിൽ ഇതൊരു മതേതര ക്ഷേത്രമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇടപെടാം. എന്താ AKG സെൻറ്ററിൽ നിന്ന് കൊടുക്കുന്ന ക്യാപ്സൂളാണോ ഈ തന്ത്രിമാരും പൂജാരിമാരും ശബരിമലയിൽ അഭിഷേകം നടത്തുമ്പോൾ പറയുന്നത്? ഇൻകുലാബ് സിന്ദാബാദ് ദേവസ്വം ബോർഡ് മുഷ്ടി ചുരുട്ടി വിളിച്ചാൽ അതങ്ങ് മതേതര കേന്ദ്രമാവോ? എല്ലാ വിഭാഗം ആളുകൾക്കും അവിടെ വരാം. ഓച്ചിറയിലെ ബ്രഹ്മമാണ്, ബ്രഹ്മം എന്ന് പറയുന്ന സങ്കല്പമാണ് ഓച്ചിറയിലെ ദേവൻ. അത് ഭാരതീയ പൈതൃകത്തിൻ്റെ ഹിന്ദുത്വത്തിൻ്റെ ഒക്കെ അടിസ്ഥാനമാണ്, തത്വമസി. പക്ഷേ അവിടെ ഒരു ഹിന്ദു ക്ഷേത്രമാണ്, മതേതര ക്ഷേത്രമാണ് ദേവസ്വം ബോർഡിൽ നിന്ന് ഒഴിവാക്കേണ്ടത്. വായി തോന്നുന്നത് വിളിച്ചു പറയുക. എന്നിട്ടോ ഈ വിശ്വാസികളുടെ മുഴുവനും വോട്ട് നേടണം. ഈ വിശ്വാസി ഞാനും അയ്യപ്പൻ്റെ ആളാണ്, ഞാനും അയ്യപ്പൻ്റെ കൂടെയാണ് എന്ന് വരുത്താനുള്ള ഒരു ഗതികെട്ട പിണറായി വിജയൻ്റെയും CPMൻ്റെയും ഒരു ഗതികെട്ട ഒരു അവസ്ഥയാണ് വാസ്തവത്തിൽ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് നടന്ന ഇന്നലത്തെ തട്ടിപ്പ് സംഗമത്തിൽ കണ്ടത്. ഒരു RSSൻ്റെ സൈദ്ധാന്തികൻ ജെ നന്ദകുമാർ കഴിഞ്ഞ ദിവസം ഇറക്കിയ ഒരു വരി തീർക്കാം. ജെ നന്ദകുമാർ സൈദ്ധാന്തികൻ, അദ്ദേഹം പറഞ്ഞൊരു വരിയുണ്ട്, ഒന്ന് പൊട്ടിക്കരഞ്ഞുകൂടെ എൻ്റെ പിണറായി വിജയാന്ന്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ